ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ഇപ്പം കുറെ ഷോർട്സ് ഒക്കെയാണ് ഇടുന്നത്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്റെ മോളുടെ കല്യാണമായിരുന്നു, ഒരു മാസമായി കഴിഞ്ഞിട്ട്. അതിനെ സംബന്ധിച്ച് കുറച്ച് തിരക്കിലായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ട് എന്താ യൂട്യൂബിൽ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ച്. പക്ഷെ നമുക്ക് ഈ കോപ്പി റൈറ്റിംഗ് ഉള്ള പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മുടെ ചാനലിന് അത് ദോഷമാണ്. അത് കാരണം നിങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റുള്ള ചെറിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പൊ കാണണമെന്ന് പറഞ്ഞവരെല്ലാവർക്കും കാണുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചിരുന്നു. ഒരുപാട് സന്തോഷം അത് എന്നെ തിരക്കിയതിലുമൊക്കെ. എനിക്കിപ്പം ഞാനപ്പോൾ അതുകൊണ്ട് സമയക്കുറവ് കൊണ്ടാണ് ഓരോ ഷോർട്സ് ആയിട്ട് ഇട്ടത്. അത് മോട്ടിവേഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും പാക്കുകളായാലും എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെട്ടെന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഇപ്പൊ പാക്കുകൾ ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ ഫേസിന് വളരെ നല്ലത് തന്നെയാണ്. ഞാനിപ്പം പറയാൻ വന്നതെന്ന് വെച്ചാല് നമ്മള് ഈ പാക്കുകളും ഫേഷ്യലുകളും എല്ലാം നമ്മൾ ചെയ്യുകയാണ്. അപ്പോഴത്തെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറെ ടെൻഷൻ അടിച്ച് ഒരു മാനസികമായ ഒരു പിരിമുറുക്കങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം നമുക്ക് വരത്തില്ല. നമുക്ക് ആ സ്ഥായിയായ സൗന്ദര്യം, സ്ഥായിയായ ഒരു നല്ല ഒരു പോസിറ്റിവിറ്റി നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം നമ്മുടെ ടെൻഷൻ മാറ്റാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ. ആരുമില്ല ടെൻഷൻ ഇല്ലാത്തവർ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് 99% ആൾക്കാരും. അപ്പൊ ഈ ടെൻഷനും ഈ മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരാൾക്ക് മാറ്റാൻ സാധിക്കത്തില്ല. നമ്മുടെ മാനസികാവസ്ഥ നമുക്കാണ് അറിയുന്നത്. അപ്പൊ നമ്മൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കഴിയണം നമുക്ക്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ടെൻഷനും നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ പ്രാണായാമങ്ങള്, ഇതുവഴി നമുക്ക് നല്ല മാറ്റങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ നമുക്കറിയാം, ഡെയിലി പ്രാണായാമങ്ങളും ബ്രീത്തിങ് എക്സസൈസും യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു പാക്കുകൾ ഇടേണ്ടി വരത്തില്ല. അല്ലാതെ തന്നെ ഒരു സൗന്ദര്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫേസിനെ മാത്രമാണ് ബാധിക്കുന്നത്. നമ്മളൊരു പാക്ക് ഇടുമ്പോൾ ഫേസ് ക്ലീൻ ആകും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഫേസ് ക്ലീൻ ആകും, ചുളിവുകളെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ബോഡി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ശരീരവും മനസ്സുമായിട്ട് കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിനും കൂടി കൊടുക്കണം, മനസ്സിനും ശരീരത്തിനും കൂടി കൊടുക്കുക. അതിനുള്ളൊരു ഒരു മെഡിസിൻ കൊടുക്കുകയാണ് നമ്മൾ ഈ യോഗാസനങ്ങളിലൂടെയും ബ്രീത്തിങ് എക്സസൈസിലൂടെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് ശരീരത്തിന് തന്നെ കൊടുക്കണം. ഫേസ് മാത്രം നന്നായി പോരല്ലോ. അപ്പൊ നമ്മുടെ ആകൃതി തന്നെ മാറും. നമ്മൾ കുറച്ച് എക്സസൈസ്, നമ്മളത് എവിടെയും പോയി പഠിക്കണ്ട. യൂട്യൂബിൽ തന്നെ പല കിടപ്പുണ്ട്. എന്റെ തന്നെ കുറെ ചാനലിൽ കുറെ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഷോർട്സ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്ന വഴി നമ്മളിലൊരു മാറ്റം വരും. നമ്മുടെ സ്വഭാവത്തെ ഒരിക്കലും മറ്റൊരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് നമുക്ക് തന്നെ മാറ്റാൻ പറ്റത്തുള്ളൂ. ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരില്ല. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെൽഫ് കൺട്രോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷനും ധ്യാനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് കുറച്ചും കൂടെ ഒരു യങ്ങായിട്ടിരിക്കാൻ. നമ്മളെല്ലാം പറയുമല്ലോ, നമ്മുടെ പ്രായത്തെ കുറയ്ക്കാം, അത് ചെയ്താൽ കുറയ്ക്കാം, ഇത് ചെയ്താൽ കുറയ്ക്കാം, ഒക്കെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ കുറച്ച് എക്സസൈസ്, യോഗ പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ആകൃതിയും നമ്മുടെ പ്രായത്തെയൊക്കെ 100% നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഉറപ്പായ കാര്യമാണ്. അത് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുമുള്ള ഒരു മൈൻഡ്, നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം, നമുക്ക് എല്ലാവർക്കും ഭാര്യാഭർത്തൃ ബന്ധമായാലും നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധമായാലും എല്ലാം നമുക്ക് ചില സമയം ചില അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഇതുപോലുള്ള എക്സസൈസ് വഴി പറ്റും. യോഗ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എക്സസൈസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ അല്ലാതെ തന്നെ ഒരുപാട് എക്സസൈസുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ താൽക്കാലികമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. അതുവഴി നമുക്ക് നല്ല മനസ്സിന് ശാന്തി കിട്ടും. നിങ്ങൾക്കറിയാം, പലരും ഇപ്പൊ യോഗ ചെയ്യുന്നവരാണ്. ഒരു അരമണിക്കൂർ യോഗ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലൊരു മാറ്റം ഉറപ്പായിട്ട് സംഭവിക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഏജിനെ കുറച്ച് കാണിക്കുവാൻ പറ്റും. കുറച്ച് കാണിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ആ പ്രായാധിക്യത്തെ കുറയ്ക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ചിലരുടെ പ്രായം നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളായിട്ട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ഇപ്പൊ നമ്മൾ പണ്ട് ഇതൊന്നും ആളുകൾ ചെയ്യാറില്ല. അവർ കുറച്ച് 19 വയസ്സ് കഴിയുമ്പോഴത്തെ ആളുകൾ വയസ്സായി ഇങ്ങനെ തൂങ്ങി ഒരുമാതിരിയൊക്കെ ചുളിഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും മിക്കവരും 100-ൽ 80% ആൾക്കാർ യോഗ ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നല്ലെങ്കിൽ പല രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി അവരുടെ ബോഡിക്ക് നല്ല വ്യത്യാസം വരും. ബോഡിക്കും
ഫേസിനും ഒക്കെ വരും. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ ഈ പാക്കുകൾ ഇടുകയും ഫേഷ്യൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് കുറച്ച് വ്യായാമ മുറകളും കൊടുക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. പ്രാണായാമം ചെയ്യുന്നത് വഴി എന്ത് മനസ്സിന് ശാന്തി കിട്ടുമെന്നറിയാമല്ലോ, ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ടെൻഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ടെൻഷൻ ഇത് ഇന്ന് പോയി നാളെ മാറും, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ആ ഒരു ബോധം നമ്മൾ വരുത്തണം. നമ്മുടെ വിചാരം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ടെൻഷൻ എന്ന്. ആ ഒരു രീതി മാറ്റിയിട്ട് എന്ത് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ചെറിയ ടെൻഷൻ വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് യോഗ ചെയ്യുന്ന ഒരാൾക്ക് പറ്റും. യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും പറ്റും. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന വഴിയും പ്രാണായാമങ്ങളും ധ്യാനങ്ങളും ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വഴി കണ്ണടച്ച് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് തിരികെ മധ്യത്തിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ ഒരു ശാന്തത കിട്ടും. ഓം ചാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചാൻഡ് ചെയ്യാം. അതുവഴിയൊക്കെ നമുക്ക് മനസ്സിന് ശാന്തത കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പാക്കുകളും അതുമൊക്കെ ഇടുന്നതിനോടൊപ്പം നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. നമുക്ക് ഫേസ് മാത്രം ശരിയായാൽ പോരല്ലോ, നമ്മുടെ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. വേദനകൾ ഇപ്പൊ നമ്മൾ കുറച്ച് ഫേസ് പാക്കും ഫേഷ്യലും ഒക്കെ ചെയ്തിട്ട് ശരീരം മുഴുവൻ വേദനയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കാര്യം? അത് നമ്മുടെ ആ ഒരു ഇതിനെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. ആ ഒരു ടെൻഷൻ, ആ ഒരു വേദന ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൂടെ ചെയ്യണം. നമ്മുടെ ശരീരത്തിന്റെ വേദനകൾ മാറാനും നീർക്കെട്ട് മാറാനും വാതരോഗ സംബന്ധമായ അസുഖങ്ങൾ, ഇപ്പൊ എല്ലാ പ്രായക്കാർക്കും വാത അസുഖമുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ചെറു ചെറു ആസനാസുകളും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്യുന്ന വഴി അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അപ്പം അതും കൂടി ഇതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങൾ എപ്പോഴും എനിക്ക് റിപ്ലൈ ഇടാറുണ്ട്, മെസ്സേജ് ഇടാൻ. എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഫേസിന്. പക്ഷെ ഫേസിന്റെ വ്യത്യാസം മാത്രം പോരാ, നമ്മുടെ ബോഡിയിലും കൂടെ വ്യത്യാസം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആകെ പൂർണ്ണ നല്ലൊരു ആരോഗ്യവാനും ആരോഗ്യവതിയും ഒക്കെ ആകും. അപ്പൊ എല്ലാവരും യോഗ ചെയ്യുവാൻ ശ്രമിക്കുക. എന്റെ തന്നെ യൂട്യൂബ് ചാനൽ ഋഷി യോഗ അക്കാഡമിയിൽ ഒരുപാട് എക്സസൈസ് ഉണ്ട്. അപ്പൊ എനിക്ക് പ്രായമായി, എനിക്ക് ഇരുന്ന് നാഴെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും പറയണ്ട. കട്ടിലിരുന്ന് മെത്തയിലിരുന്ന് ചെയ്യുന്നതും തറയിലിരുന്ന് ചെയ്യുന്നതും ഒക്കെ നിന്നുകൊണ്ട് ചെയ്യുന്നതും എല്ലാ പ്രായക്കാർക്കുമുള്ള യോഗകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യോഗ ക്ലാസ് ഞാൻ തന്നെയാണ് നേരിട്ടെടുക്കുന്നത്. രാവിലെ ഒരു മോർണിംഗ് ബാച്ച് ഉണ്ട്, അതുപോലെ 9:30 രാവിലെ 9:30 ഗൾഫിലുള്ളവർക്കൊരു ബാച്ച് ഉണ്ട്. പിന്നെ ഈവനിങ്ങിന് തന്നെ 5 to 6 ഉണ്ട്. പിന്നെ ജോലിക്കാർക്ക് 7 to 8 ഉണ്ട്. അങ്ങനെ പല ബാച്ചായിട്ട് നമ്മൾ ക്ലാസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും, അതല്ല നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയായാലും നിങ്ങൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഫേസ് പാക്കുകളും ഫേഷ്യലും ഒക്കെ ചെയ്ത് കൂടുതൽ സുന്ദരന്മാരൊക്കെ ആകുക. അപ്പൊ എല്ലാവരും ഞാനിരുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.